നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കൊല്ലപ്പെട്ട മുൻ ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന ടെഹ്റാനിലെ പ്രാർത്ഥനാ ഹാളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് വൻ ജനക്കൂട്ടം. USഉം ഇസ്രായേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിന്റെ ആദ്യ ദിനമായ ഫെബ്രുവരി 28-നാണല്ലോ ഖമനയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഏറ്റവും വിശുദ്ധനായിട്ടുള്ള ഏറ്റവും ഈ പുണ്യപുരാതന കർമ്മം നടത്തേണ്ടിയിരുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ദൈവീകമായ പുത്രനെ കൊന്ന ആ രാക്ഷസനെ കൊല്ലണം. ഇതാണ് ഇപ്പോൾ ഇറാൻ വീഥികളിൽ തോക്കിന് മുന്നിൽ നിർത്തിക്കൊണ്ട് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന വാക്യം. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നതിനാൽ നീണ്ടുപോയ ഔദ്യോഗിക വിലാപയാത്രകൾക്കും പ്രാർത്ഥനാ ചടങ്ങുകൾക്കുമാണ് ഇപ്പോൾ ഇറാനിൽ തുടക്കമായിരിക്കുന്നത്. ഇമാം ഖൊമേനി ഗ്രാൻഡ് മൊസല്ലയിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകൾ വൻ രാഷ്ട്രീയ പ്രകടനമായി തന്നെ മാറിയിരിക്കുകയാണ്. ഖമേനിയുടെ മറ്റ് 4 കുടുംബാംഗങ്ങളുടെയും വിയോഗത്തിലുള്ള ആഴത്തിലുള്ള ദുഃഖത്തിനൊപ്പം തന്നെ ശത്രുക്കളോടുള്ള പ്രതികാരവും ചടങ്ങിൽ അലയടിച്ചു. പുലർച്ചെ 8-ന് ആരംഭിക്കുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ തലേ ദിവസം രാത്രി മുതൽ തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് പള്ളിയിലും പരിസരത്തുമായി തടിച്ചുകൂടിയിരിക്കുന്നത്. ഇറാൻ പതാകകളും ഖമേനിയുടെ ചിത്രങ്ങളും കയ്യിലേന്തിക്കൊണ്ട് പ്രതികാരത്തിന്റെ പ്രതീകമായ ചുവന്ന കൊടികൾ വീശിയാണ് ജനക്കൂട്ടം എത്തിയിരിക്കുന്നത്. രക്തസാക്ഷിത്വം സ്വയം വരിക്കാനായി ആയിരക്കണക്കിന് ആളുകൾ വെള്ള വസ്ത്രം ധരിച്ചും എത്തിയിട്ടുണ്ട്. രാജ്യത്തിന് കനത്ത ആഘാതമേറ്റെങ്കിലും തങ്ങളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ഇറാൻ ജനത ഒന്നടങ്കം നിലകൊള്ളുമെന്ന സന്ദേശമാണ് ഈ ജനസാഗരം ലോകത്തിന് നൽകുന്നത്. ഇനി മുതൽ കഫൻ പുടവയാണ് ഞങ്ങളുടെ വസ്ത്രം. നിങ്ങളുടെ രക്തത്തിന് സാക്ഷിയായി ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ട്രംപിനെ വധിക്കുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് വ്യക്തമാക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് മുന്നോടിയായി പ്രശസ്ത ഇറാനിയൻ കവി മുഹമ്മദ് റസൂലി വേദിയിൽ വികാരധീനനായി പ്രഖ്യാപിച്ച കാര്യമാണ്. ഈ ഔദ്യോഗിക വധഭീഷണിക്ക് ജനക്കൂട്ടം വലിയ ആവേശത്തോടു കൂടിയാണ് കൈയടിച്ച് പിന്തുണ പ്രഖ്യാപിച്ചത്. അതേസമയം നിങ്ങൾക്ക് മനുഷ്യരെ കൊല്ലാം, പക്ഷെ അവരുടെ ആശയങ്ങളെ ഇല്ലാതെയാക്കാൻ കഴിയില്ല എന്ന അർത്ഥം വരുന്ന ഇറാൻ അംബാസിഡർ ഖലീൽ ഷിർഗോലിമി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ച കവിതയും ഏറെ ശ്രദ്ധ നേടുന്നുണ്ട്. ഖമേനി വധിച്ചതിലൂടെ സുഗന്ധദ്രവ്യത്തിന്റെ കുപ്പിയാണ് ശത്രുക്കൾ തകർത്തതെന്നും അതിന്റെ സുഗന്ധം ഇപ്പോൾ ഇരട്ടിയായി എല്ലായിടത്തും പടർന്നിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി മുഹമ്മദ് ബാഗർ സോൾഗദർ വ്യക്തമാക്കിയത് ജനങ്ങൾ തങ്ങളുടെ നേതാവിന് വിട നൽകുമ്പോൾ ശത്രുക്കൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പും പ്രതികാരവും മാത്രമാണ് ലക്ഷ്യമിടുന്നത് എന്നാണ്. 97-കാരനായ പ്രമുഖ പുരോഹിതൻ ആയത്തുള്ള ജാഫർ സുബ്ഹാനയുടെ നേതൃത്വത്തിലായിരുന്നു പ്രധാന പ്രാർത്ഥനകൾ. ഖമേനിയുടെ മരുമകൾ ഈ സഹറ റഹാദ്, ആദിൽ 14 മാസം മാത്രം പ്രായമുള്ള കൊച്ചുമകൾ എന്നിവരുടെ മൃതദേഹങ്ങളും അവിടെ ഉണ്ടായിരുന്നു. കുരുന്നിന്റെ ചെറിയ പെട്ടി ചടങ്ങിൽ പങ്കെടുത്തവരുടെ കണ്ണുകളെ ഈറനണിയിച്ചു. അതേസമയം ഖമേനിയുടെ മരണശേഷം ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി നിയമിതനായ മകൻ മുസ്തഫ ഖമേനിയുടെ അസാന്നിധ്യം ചടങ്ങിൽ പ്രകടമായിരുന്നു. സ്ഥാനമേറ്റെടുത്ത് 3 മാസമായിട്ടും അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുകയോ സന്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയോ ചെയ്തിട്ടേയില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന സ്വന്തം ഭാര്യയുടെ ശവസംസ്കാര ചടങ്ങിൽ പോലും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹത്തിന്റെ മറ്റു 3 സഹോദരന്മാരായ മുസ്തഫ, മസൂദ്, മെയ്സം എന്നിവർ പിതാവിന്റെ പെട്ടിക്ക് സമീപം നില ഉറപ്പിച്ചിരുന്നു. ഇറാൻ സർക്കാരിലെയും സൈന്യത്തിലെയും നീതിന്യായ വിഭാഗത്തിലെയും പ്രമുഖ നേതാക്കളെല്ലാം ചടങ്ങിൽ പങ്കെടുത്തു. US-ഉമായുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ ഉള്ളതിനാൽ ചടങ്ങിന് നേരെ ആക്രമണം ഉണ്ടാകില്ലെന്ന് ഉറപ്പിലാണ് പ്രമുഖ കമാൻഡർമാരായ ഇസ്മായിൽ ഖാനി, അഹമ്മദ് വാഹിദി എന്നിവരടക്കം പരസ്യമായി ചടങ്ങിൽ സംബന്ധിച്ചത്. ആക്രമണത്തിൽ മുസ്തഫ ഖമേനിക്ക് പരിക്കേറ്റിരുന്നുവെങ്കിലും മുഖത്തിന് വൈര്യരൂപമോ മറ്റു ഗുരുതരമായ പരിക്കുകളോ സംഭവിച്ചിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. കനത്ത ചൂടിനെ അവഗണിച്ചും പതിനായിരങ്ങളാണ് പള്ളിക്ക് പുറത്ത് കാത്തിരുന്നത്. രക്തസാക്ഷിത്വത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച വെള്ളവസ്ത്രം ധരിച്ചവരും ഇതിൽ അധികമായി ഉണ്ടായിരുന്നു. ഉപരോധങ്ങൾ കാരണം 40 വർഷമായിട്ടും പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. ചടങ്ങിന്റെ ആദ്യ ദിനം മാത്രം 20 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തതായാണ് ഔദ്യോഗിക കണക്കുകൾ. ടെഹ്റാനിലെ വിലാപയാത്രയ്ക്ക് ശേഷം ഭൗതിക ശരീരം പുണ്യനഗരമായ ഖൊമേനിയിലേക്കും തുടർന്ന് ഇറാഖിലെ പുണ്യസ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും ഖൊമേനിയുടെ ജന്മനാടായ മജ്ഹദിൽ ഖബറടക്കം നടക്കുക. ഇറാൻ ജനതയുടെ കണ്ണീർ വ്യാജമാണെന്ന് US പ്രസിഡന്റ് ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ വലിയ ജനരോക്ഷമാണ് ഉണ്ടാകുന്നത്. ദരിദ്രരായ ജനങ്ങൾ പോലും തങ്ങളുടെ ആത്മീയ നേതാവിന് വിട നൽകാൻ കിലോമീറ്ററുകൾ താണ്ടിയാണ് ടെഹ്റാനിൽ എത്തിയിരിക്കുന്നത്. വിദ്യാലയങ്ങളിലും താൽക്കാലിക ക്യാമ്പുകളിലുമാണ് ഇറാൻ തമ്പടിക്കുന്നത്. അതേസമയം ഈ യാഥാസ്ഥിക ചടങ്ങുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കാഴ്ചകളും ടെഹ്റാന്റെ മറ്റൊരു വശത്തുണ്ട്. നഗരത്തിലെ സമ്പന്ന മേഖലകൾ ഹിജാബ് ധരിക്കാതെ സ്ത്രീകൾ റെസ്റ്റോറന്റുകളിലും കഫേകളിലും സമയം ചെലവഴിക്കുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നതെങ്കിലും അതിന്റെ ആഘാതം എല്ലാവരിലും ഒരുപോലെ അല്ല. ഭരണകൂടത്തോട് വിയോജിപ്പുള്ളവരുണ്ടെങ്കിലും വിദേശ ശക്തികൾ രാജ്യത്തെ ആക്രമിക്കുമ്പോൾ ഒന്നിച്ചു നിൽക്കുക എന്നത് തങ്ങളുടെ കടമയാണെന്നാണ് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ വിശ്വസിക്കുന്നത്. US ഇസ്രായേൽ
വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയുടെ വിലാപയാത്രയ്ക്കിടെ ഇറാനിൽ വൻ ജനരോക്ഷം. മാസങ്ങൾ നീണ്ട യുദ്ധത്തിനൊടുവിൽ ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ലയിൽ പൊതുദർശനത്തിന് വെച്ച ഖൊമേനിയുടെ ഭൗതിക ശരീരത്തിന് മുന്നിൽ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് കണ്ണീരോടെ അതിലേറെ രോക്ഷത്തോടെയും തടിച്ചുകൂടിയത്. അമേരിക്കയുടെ 250-ാം സ്വാതന്ത്ര്യദിനമായ ജൂലൈ 4-ന് തന്നെ ഖൊമേനിയുടെ വിലാപയാത്രയ്ക്ക് ഇറാൻ തുടക്കമിട്ടത് കൃത്യമായ രാഷ്ട്രീയ സന്ദേശത്തോടു കൂടി തന്നെയാണ്. വിലാപയാത്രയിലുടനീളം അമേരിക്കയും ഇസ്രായേലിനുമെതിരെ കടുത്ത പ്രതികാര മുദ്രാവാക്യങ്ങളാണ് ഉയർന്നത്. US പ്രസിഡന്റ് ട്രംപിനെ വധിക്കണമെന്ന പരസ്യമായ ആഹ്വാനവും അടങ്ങിയ വലിയ ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തിയാണ് കടുത്ത നിലപാടുകാർ റാലിയിൽ പങ്കെടുത്തത്. പ്രതികാരം, ടെഹ്റാനിൽ ചോരത്തിളച്ച ജനങ്ങൾ. ഫെബ്രുവരി 22 നടന്ന ഈ വ്യോമാക്രമണത്തിന് പിന്നാലെ അലി ഖൊമേനി മരിച്ച സംഭവത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതികാരം ചെയ്തിരിക്കും എന്ന് തന്നെയാണ് കൃത്യമായ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ചുവന്ന പട്ടുതുണിയിൽ പൊതിഞ്ഞ ഖൊമേനിയുടെ പെട്ടിക്കൊപ്പം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും 14 മാസം പ്രായമുള്ള കൊച്ചുമകളുടെയും ഒക്കെ പെട്ടികളുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇതിനോട് പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യുമെന്ന വലിയ ഒരു ആഹ്വാനമാണ് നടത്തിയിരിക്കുന്നത്. നിലവിൽ ഏതായാലും ഈ ആഹ്വാനത്തിന് പിന്നാലെ 9-ാം തീയതി ഈ ഒരു ശവസംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. അതിനുശേഷം യുദ്ധത്തിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്.